ഒരേ അക്കം 3 പ്രാവശ്യം ആവർത്തിച്ച് എഴുതുമ്പോൾ കിട്ടുന്ന ഒരു മൂന്നക്ക സംഖ്യയെ ആ സംഖ്യയുടെ അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന ഹരണഫലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ 5 എന്ന അക്കം 3 പ്രാവശ്യം തുടർച്ചയായി എഴുതിയാൽ കിട്ടുന്ന സംഖ്യ 555ആണ്. 555നെ അവരുടെ അക്കങ്ങളുടെ തുക, അതായത് 5 + 5 + 5 കൊണ്ട് ഹരിച്ചാലോ, അല്ലെങ്കിൽ 888 എന്ന സംഖ്യയെ 8 + 8 + 8 കൊണ്ട് ഹരിച്ചാലോ, അല്ലെങ്കിൽ 444 എന്ന സംഖ്യയെ 4 + 4 + 4 കൊണ്ട് ഹരിച്ചാലോ, അല്ലെങ്കിൽ 999 എന്ന സംഖ്യയെ 9 + 9 + 9 കൊണ്ട് ഹരിച്ചാൽ, ഇങ്ങനെ ഹരിച്ചാൽ കിട്ടുന്ന സംഖ്യ എല്ലായ്പ്പോഴും 37 തുല്യമായിരിക്കും. അതായത് 555 / 5 + 5 + 5 37 ആയിരിക്കും. 888 / 8 + 8 + 8 37 ആയിരിക്കും. അതുപോലെ 444 / 4 + 4 + 4 അതും 37 ആയിരിക്കും. 999 / 9 + 9 + 9 അതും 37 ആയിരിക്കും. ഇതിന് കാരണം ഇതാണ്. അതായത് അക്കം എക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എക്സ് 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 ഇങ്ങനെ 3 പ്രാവശ്യം എഴുതുമ്പോൾ കിട്ടുന്ന സംഖ്യ, ഇതിന്റെ വില എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ എക്സ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസിലാണ്, അതായത് ഒറ്റയുടെ സ്ഥാനത്ത്. ഈ എക്സ് എന്നത് 10th പ്ലേസിലാണ്, അതായത് 10ാം സ്ഥാനത്ത്. ഈ എക്സ് എന്നത് 100ാം സ്ഥാനത്താണ്. അങ്ങനെയാണ് ഈ സംഖ്യ എന്ന് പറയുന്നത് 100x + 10x 10x + 1x x. അതായത് 100x + 10x 110x 110x x 111x. അപ്പോൾ 111x ആണ്. x ആണ് ഈ ആവർത്തിക്ക് തുടർച്ചയായിട്ട് വരുന്ന ആ മൂന്നക്ക സംഖ്യയിലെ ഒരക്കം x ആണെങ്കിൽ ആ സംഖ്യയുടെ വില എന്ന് പറയുന്നത് 111x ആണ്. ഇനി അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് x + x + x എന്തായിരിക്കും? 3x ആയിരിക്കും. അപ്പോൾ സംഖ്യയെ ഈ അക്കങ്ങളുടെ തുക കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ 111x എന്നതിനെ 3x കൊണ്ട് ഹരിച്ചാൽ മതിയാവും. അപ്പോൾ 111x / 3x, ഇവിടെ x ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 111/3 കിട്ടും, അത് 37 ആണ്. 111 3 വെച്ചാൽ 37 ആണ്. അതുകൊണ്ടാണ് 555നെ 5 + 5 + 5 കൊണ്ട് വെച്ചാൽ 37 കിട്ടുന്നത്. അല്ലെങ്കിൽ 444 4 + 4 + 4 കൊണ്ട് വെച്ചാൽ 37 കിട്ടുന്നത്. അല്ലെങ്കിൽ 222 എന്നതിനെ 2 + 2 + 2 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് 37 ആയിരിക്കും. ഈ രീതിയിൽ ഒരു പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കും.